Hello and welcome back to Queen's Look. Oh, താടി മീശയൊക്കെ വളർന്നു എല്ലാവർക്കും. എന്നാ വേഗമായോ ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് പഠിക്കാം എങ്ങനെ താടി മീശയൊക്കെ കളയാൻ. തമാശ പറഞ്ഞ കേട്ടോ, അതൊന്നുമല്ല. ഈ നമുക്ക് ഐബ്രോസ് പ്ലക്ക് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമല്ലേ. ഐബ്രോസ് പ്ലക്ക് ചെയ്യുമല്ല, ഐബ്രോസ് ഷേപ്പ് ചെയ്യുക. സത്യം പറഞ്ഞാൽ നമ്മൾ ഫേഷ്യൽ ഒന്നും ചെയ്തില്ലെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഫേഷ്യൽ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഐബ്രോസ് ഒന്ന് ത്രെഡ് ചെയ്ത് കഴിയുമ്പോഴല്ലോ നമ്മുടെ ഫേസിൽ മൊത്തത്തിലൊരു ഒരു വൃത്തിയൊക്കെ വരത്തില്ലേ. അപ്പൊ ലോക്ക്ഡൌൺ ആയപ്പോ എന്താ മിക്ക പാർലറുകൾ അടച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അഥവാ തുറന്നാലും നമുക്ക് പോകാനൊക്കെ കുറച്ച് പേടിയായിരിക്കും അല്ലേ. അപ്പൊ ഇതൊക്കെ തനിയെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്ത് നല്ലതാ. അതുപോലെ അപ്പർ ലിപ്പിൽ കുറച്ചൊക്കെ മീശൻ താടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയാനൊക്കെ സ്വയം പറ്റുവാണെങ്കിൽ എത്ര നല്ലതാ അല്ലേ. അല്ല, ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിന് ശേഷം പിന്നെ പാർലറിലൊന്നും പോവാതെ അല്ലെങ്കിൽ സലോൺസിലൊന്നും പോവാതെ തനിയെ ചെയ്യാന്നുള്ളതല്ല. എന്നാലും ഒരു എമർജൻസി ഘട്ടത്തിലൊക്കെ നമുക്ക് സുഖമായിട്ട് ഇതൊക്കെ ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് നമുക്ക് ലോക്ക്ഡൌൺ കാലത്ത് സുന്ദരികളായിട്ട് ഇരിക്കാം. ഓക്കെ, അപ്പോ ആദ്യം നമുക്ക് ഐബ്രോസ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ല, ഐബ്രോസ് ചെയ്യുന്നതിന് മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിന് മുമ്പ് പറഞ്ഞുതരാം. കുറച്ച് ടൂൾസ് എന്താ പറയുക, കുറച്ച് അടിപൊളി സാധനം. എല്ലാവർക്കും ഐബ്രോസിന്റെ കാര്യം അറിയായിരിക്കും. ത്രെഡ് ചെയ്യാനൊന്നും നമുക്ക് അറിയത്തില്ല ഒറ്റയ്ക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലരുണ്ട് കേട്ടോ തനിയെ ത്രെഡ് ചെയ്ത്, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അത്ര ശരിയായിട്ടൊന്നുമില്ല. പിന്നെ ഷേപ്പ് എങ്ങാണ്ട് ഇച്ചിരി എങ്ങാണ്ട് തെറ്റിപ്പോയാൽ മെനക്കെടുത്താവും. അതുകൊണ്ട് അതിന് അധികം ഞാൻ അങ്ങനെ അങ്ങോട്ട് കളിക്കാറില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞത് ഇതുണ്ടോ, ഇതാണ് നമ്മൾ ഇതറിയാലോ പ്ലക്ക് ചെയ്യുന്ന സാധനങ്ങൾ, ട്വീസർ. ഇതുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഐബ്രോസ് ത്രെഡ് ഷേപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു അടിപൊളി സാധനം ഇത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇതൊരു സൂപ്പർ സാധനമാണ് കേട്ടോ. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, വലിയ വിലയൊന്നുമില്ല. നമുക്ക് ഫേഷ്യൽ ഹെയർ ഒക്കെ കളയാൻ വേണ്ടി ബെസ്റ്റ് സാധനമാണ്. ഞാൻ പറയട്ടെ, ഈ ഫേഷ്യൽ ഹെയർ ഒക്കെ ഉണ്ടല്ലോ, ഹോർമോണൽ ചേഞ്ച് കൊണ്ടുണ്ടോന്ന് ഫേഷ്യൽ ഹെയർസ് ഒക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. അത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് കളയുന്നതാണ് നല്ലത്. അല്ലാത്ത സാധാരണ കുഞ്ഞു കുഞ്ഞു ഹെയറിന്റെ ഒക്കെ കാര്യമാണ് കേട്ടോ ഇത് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ അപ്പർ ലിപ്പ് കളയാനൊക്കെ ബെസ്റ്റ് സാധനമാണ് കേട്ടോ. അടിപൊളി, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. പിന്നെ വേറെ സാധനം, പിന്നെ ചിലരുണ്ട് ഫേസ് ഷേവ് ചെയ്യുന്ന ടീമുകളുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കര തിക്ക് ഹെയർ ഉള്ളവരൊന്നും ഇതിനൊന്നും പോവാത്ത കേട്ടോ. നല്ലത് പീച്ച് ഫസ് ഉണ്ടല്ലോ, അതിനൊക്കെ ഇത് ബെസ്റ്റ് സാധനമാണ് കേട്ടോ. വേണമെങ്കിൽ ചെയ്യാം. പിന്നെ എല്ലാരും പറയാറുണ്ട് അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് വളർന്നു വരും. അങ്ങനെ പേടിച്ച് ഞാനും ചെയ്യത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. എനിക്കും പേടിയായിരുന്നു. പക്ഷെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത്. പക്ഷെ എന്താ പറയുന്നത്, ഇത് ഞാനിത് ആക്ച്വലി നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് വരുമ്പോ ഇങ്ങനെ പിന്നെ അത് വരുമ്പോ ചെറിയൊരു പിടി പോലെ തോന്നും. പക്ഷെ അതിനുശേഷം പിന്നെ എല്ലാം നോർമൽ ആയിട്ടാവും കേട്ടോ. ഒരു പ്രശ്നമില്ല. ഞാനതൊരു 3-4 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് പേടിയെന്നല്ല, നമ്മളിപ്പോ റെഗുലറായിട്ട് ഇങ്ങനെ ചെയ്യേണ്ട അത്രയ്ക്കുള്ള ഇതൊന്നും എനിക്ക് ഇല്ലാത്ത കാരണം ഞാനിത് അങ്ങനെ അങ്ങോട്ട് യൂസ് ചെയ്യാറൊന്നുമില്ല. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ ഒരു ഞാൻ പറഞ്ഞില്ലേ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് അറിയത്തില്ല, നല്ല സുഖമാട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഐബ്രോസിന്റെ മേളിലും ഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ഫേസ് ഗ്രൂമിങ്ങിന് അത്യാവശ്യമുള്ള സാധനം. ഓക്കെ, ഇതെല്ലാം ആമസോണിൽ കിട്ടും കേട്ടോ. ഒട്ടും അധികം വിലയൊന്നുമില്ല, സുഖമായിട്ട് കിട്ടും ആമസോണിൽ സാധനങ്ങളെല്ലാം. അപ്പം നമുക്ക് തുടങ്ങാം നമ്മുടെ ഫേസ് ഗ്രൂമിങ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്റെ ഫേസിൽ അധികം അങ്ങനെ കൊണ്ട് വളരത്തില്ല. അത് ഞാനൊരു 1 വീക്കോ 2 വീക്കോ മുന്നേ 1 വീക്ക് മുന്നേ ഞാനൊന്ന് ഇത് ചെയ്തു കേട്ടോ. ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതിന് അതിന് ശേഷമാണ് ഓർത്തത്. അത് കാരണം അത്ര അങ്ങോട്ട് ഗ്രോത്ത് ഒന്നുമില്ല. പിന്നെ ഞാൻ കാണിച്ചുതരാം ടെക്നിക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചുതരാം. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആണ്. ഇത് ഫോളോ ചെയ്താൽ മതി. സൂപ്പർ ആയിട്ട് നമുക്ക് എല്ലാം സെറ്റിലാക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഫസ്റ്റ് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാല് ഐബ്രോ പെൻസിൽ. അപ്പൊ ഫസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഐബ്രോസ് നമുക്ക് എങ്ങനെ ഷേപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വരച്ചെടുക്കണേ. അപ്പം ഇത് കണ്ടോ, ഇത് ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ലാക്മെ ആബ്സല്യൂട്ടിന്റെ ഐബ്രോ പെൻസിലാണേ. അപ്പോ ഫസ്റ്റ് ഞാൻ എന്റെ ഐബ്രോസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് കണ്ടാ കുറച്ചും കൂടി അത് കണ്ടിട്ടുള്ളവർക്ക് ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടി പറയാമേ. അപ്പൊ ഇതിനൊരു സ്പൂളി പാർട്ട് ഉണ്ടല്ലോ, ഇത് ചിലപ്പോൾ പെൻസിലിന്റെ കൂടെ കിട്ടും, ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേണം. പക്ഷെ ഇതുണ്ടെങ്കിൽ ബെസ്റ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാമേ. സൂം ചെയ്യട്ടെ. ഓക്കെ, ഇനി ഞാനിടല്ലോ ഇത് മേളിലോട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന്റെ അടിഭാഗം
ഒന്ന് വരയ്ക്കാം. എനിക്ക് വേണ്ട ഷേപ്പിലാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇനി ഇതിന്റെ അടിയിലുള്ള എല്ലാം ഞാൻ പ്ലഗ് ചെയ്ത് കളയും. അപ്പൊ ശരിക്കും ആ ലൈൻ നല്ല ഡിമാർക്കേറ്റ് ചെയ്ത് വരച്ചു വെച്ചേക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നോക്ക്, ഞാൻ തന്നെ ചെയ്തതാ, കണ്ടില്ലേ? നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ലേ? എന്നാണ് എന്റെ ഒരു വിശ്വാസം. കണ്ട? ഓക്കെ. ഇനി മാളിലുണ്ടല്ലോ, മാളില് ഞാൻ ആ ഐബ്രോ ട്യൂട്ടോറിയൽ കാണിച്ചുള്ളൂ. നമ്മൾ താഴേക്ക് ബ്രഷ് ചെയ്യാം. കണ്ട? എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ഐ ഷേപ്പ് അല്ല, ഐ ഉള്ളിലേക്ക് വേണം വരയ്ക്കാൻ കേട്ടോ. പുറത്തുനിന്ന് വരച്ച് വെച്ചിട്ട് പുറത്തയച്ച കാര്യമൊന്നുമില്ല. ഓക്കെ. എന്നിട്ട് ഒന്നുകിൽ നമുക്ക് ഇത് എക്സ്ട്രാ ഉള്ളതൊക്കെ ഉണ്ടല്ലോ പ്ലഗ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഫേസ് ഷേവ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇത് ടിങ്കിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ആണെന്ന് തോന്നുന്നു. ആമസോണിലൊക്കെ ഈസിലി അവൈലബിൾ ആണ്, വലിയ വിലയൊന്നുമില്ല. അത് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഭയങ്കരമായിട്ട് ചിങ് എന്ന് പറഞ്ഞിട്ട് ഐബ്രോസ് ചെത്തിക്കളയരുത് കേട്ടോ, സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഓക്കെ. അതുപോലെ ഈ മിഡിൽ പാർട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ചെറുതായിട്ടൊന്ന് കഴിഞ്ഞു. റെഡി. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതും അതുപോലെ ചെയ്തിട്ട് വരാമേ. ഓക്കെ. അപ്പൊ ഞാൻ 2 ഐബ്രോസും ചെയ്തു. കണ്ടോ? ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മുടെ ഐബ്രോസ് കഴിഞ്ഞു. കണ്ടോ? ത്രെഡ് ഒന്നും ചെയ്യണ്ട, ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ഗ്രൂം ചെയ്യാൻ പറ്റും ഐബ്രോസ്. ഇതുണ്ടല്ലോ, ആക്ച്വലി നമ്മൾ റെഗുലറായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഒരു ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത്തിരി ഡിഫിക്കൾട്ടായിരിക്കും, കാരണം ഒട്ടും ഷേപ്ഡ് ഒന്നും ആയിരിക്കത്തില്ലെങ്കിൽ അത് ഇച്ചിരി ഡിഫിക്കൾട്ടായിരിക്കും. പക്ഷേ നമ്മൾ സ്ഥിരം ചെയ്യുന്നവർക്കാവുമ്പോൾ പിന്നെ ഒരു പാടില്ല, നമുക്കൊരു ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ ചെറുതായിട്ട് എക്സ്ട്രാസ് ഒക്കെ നിൽക്കുന്നത് പ്ലക്ക് ചെയ്ത് കളയേണ്ട കാര്യമുള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഐബ്രോസ് വീട്ടിൽ തന്നെ ഗ്രൂം ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്താ, നമ്മൾ അപ്പർ ലിപ്പ് ത്രെഡ് ചെയ്യണ്ടേ? അപ്പം അപ്പർ ലിപ്പ് ഒരു ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഒത്തിരി ഭയങ്കര മീശയുള്ളവർക്കൊന്നും അല്ല, അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഹോർമോണൽ ചേഞ്ചൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഒക്കെ ഉള്ളവരുടെ കാര്യമല്ല കേട്ടോ. സാധാരണ നോർമലായിട്ട് അവർ ശരിക്കും ഡോക്ടറിനെ കണ്ട് മെഡിക്കേഷനൊക്കെ എടുക്കുക തന്നെ വേണം. ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മിക്ക പെണ്ണുങ്ങൾക്കും കാണും കുറച്ച് മീശയൊക്കെ. ചിലവർ ഭയങ്കര ലക്കി ആട്ടോ, ഒരു ഇങ്ങനത്തെ എക്സ്ട്രാ ഹെയർസും കാണത്തില്ല, ഭയങ്കര ക്ലീൻ ഫേസ് ആയിരുന്നു. അത് ലക്കിയാണോ ലക്കി അല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ചിലർ അങ്ങനെയാണ്. അതുകൊണ്ട് ലക്കിയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ. ഇതിന് വേണ്ടിയിട്ടൊന്നും മെനക്കെടണ്ടല്ലോ, എന്ത് സുഖമാണ്. പിന്നെ ഇതെല്ലാം ഭയങ്കര നാച്ചുറൽ ആണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നാൽ ഒരു പ്രശ്നമില്ല. നമ്മളിതിനെക്കുറിച്ച് ബോധർ ചെയ്തില്ലെങ്കിൽ ഒരു വിഷയമല്ല. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. പക്ഷേ ഇത് വേണ്ട എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ. അപ്പം നമ്മുടെ അപ്പർ ലിപ്പിൽ അഥവാ ഉണ്ടെങ്കിൽ ഏറ്റവും സൂപ്പർ സാധനമാണ് കേട്ടോ ഇത്. ആമസോണിൽ കിട്ടുവാണെങ്കിൽ വേഗം മേടിച്ചോ കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതേ ഞാൻ കാണിച്ചാൽ ഇതെങ്ങനെ യൂസ് ചെയ്യണ്ടേ. ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇതുണ്ടല്ലോ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ചുമ്മാ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ? അപ്പോൾ അതിലിങ്ങനെ കുഞ്ഞു കാണാൻ പറ്റുമെന്ന് കേട്ടോ. ഹെയർസ് വരും. അടിപൊളി സാധനം കേട്ടോ. ഭയങ്കര ക്ലീൻ ആക്കണം നമുക്ക് അവിടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പർ ലിപ്പ് കളയാനുള്ള ബെസ്റ്റ് സാധനം. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. ചുമ്മാ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരുന്നാൽ മതി. ഈ സാധനത്തിനെ പിടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നാൽ മതി. ഓൾ സെറ്റ്. ഇതാണ് നമ്മുടെ മെയിൻ 2 പ്രശ്നങ്ങൾ പെണ്ണുങ്ങൾക്കുള്ള.
അല്ല, ഇത് ചെയ്യുന്നവർക്കുള്ള, എല്ലാ പെണ്ണുങ്ങൾക്കും അല്ല, ഈ പ്രശ്നമുള്ളവർക്ക് ത്രെഡിങ്ങും അപ്പർ ലിപ്പിലെ ഹെയർ റിമൂവലും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് 3 അടിപൊളി സാധനങ്ങളെ പരിചയപ്പെട്ടില്ലേ. അത് ട്വീസറൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് പക്ഷേ അധികം ആർക്കും അറിയത്തില്ല എന്നാണ് തോന്നുന്നത് അല്ല. ഈ ചിങ് 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 അത് ഏതോ ജാപ്പനീസോ ചൈനീസോ എവിടുന്നോ വന്ന സാധനമാണ് ഈ ഇങ്ങനെയുള്ള ഒരു ഹെയർ റിമൂവൽ സാധനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടവർ ഈ ട്രിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ, ബൈ ബൈ ഫ്രം ക്വീൻസ് നോക്ക്.